ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ മൊഡ്യൂൾ 2 ട്രിഗണോമെട്രിയിലുള്ള ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്തുള്ള ആദ്യത്തെ ടോപ്പാണ് ആംഗിൾ കൺവേർഷൻ. ആംഗിൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആംഗിളിനെ രണ്ട് രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് ഡിഗ്രി മെഷർമെൻറ്റും രണ്ടാമത്തേത് റേഡിയൻ മെഷർമെൻറ്റും. അപ്പം ഈ ഒരു പോർഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഡിഗ്രി ആയിട്ട് തന്ന ഒരു ആംഗിൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം, റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതേപോലെ റേഡിയൻ മെഷറിലുള്ള ഒരാളെ എങ്ങനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഈ ഒരു ഫസ്റ്റ് പോർഷനായിട്ടുള്ള ആംഗിൾ കൺവേർഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് നമുക്ക് എ എന്ന് എഴുതാം. ഫസ്റ്റത്തെ കാര്യം എന്താണ്? ഡിഗ്രി മെഷറിനെ എങ്ങനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പം 720 ഡിഗ്രി, ഇത് 720 ഡിഗ്രിയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഒന്നുമില്ല, ഇതെന്ന് പറയുന്നത് 720 ഇൻറ്റു പൈ ബൈ 180. 720 ഇൻറ്റു പൈ ബൈ 180. അപ്പോൾ ഒരു മെഷർ തന്നിട്ടുള്ളത് 7 ഡിഗ്രിയിലാണെങ്കിൽ അതിനെ റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആ തന്ന നമ്പറിനെ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ കട്ട് ചെയ്യാം? ഇവിടെ രണ്ടിടത്ത് 0 ഉണ്ടല്ലേ, 0 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 72/18, 72ലും 18ലും ഒരേപോലെയുള്ള നമ്പർ ഏതാ നോക്കാം. ഏതാ ഉള്ളത്? 9 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 720ൽ എത്ര 9 ഉണ്ട്? 72ൽ എത്ര 9 ഉണ്ട്? 8 ഇൻറ്റു 9 72. 18ൽ എത്ര 9 ഉണ്ട്? 2. ഓക്കെ, ഇനിയും നമുക്ക് 8ഉം 2 ആണ്, അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 8ൽ എത്ര 2 ഉണ്ട്? 4. ഇവിടെ 1. ഓക്കെ, അപ്പോൾ ബാക്കി ഇവിടെ 4 പൈ, താഴെ ഒരു 1 ആണ് വന്നത്. അപ്പോൾ നമുക്ക് 4 പൈ ബൈ 1 എന്ന് പറയുമ്പോൾ 4 പൈ തന്നെ. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തത് നോക്കുക. ഒരു 45 ഡിഗ്രി. 45 ഡിഗ്രീനെ എങ്ങനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം? 45 ഇൻറ്റു പൈ ബൈ 180 ചെയ്യാം. ഓക്കെ, 180ൽ എത്ര 45 ഉണ്ട്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 180 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യുക. ചെയ്ത് വരുമ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 4 ഇൻറ്റു 45 ആണ് 180 വരിക. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 45 ആണ് 180. അപ്പം ഇവിടെ 145, ഇവിടെ 445. സോ 1 ഇൻറ്റു പൈ ബൈ 4, 1 ഇൻറ്റു പൈ ബൈ 4, 1 ഇൻറ്റു പൈ ബൈ 4. ഈ രീതിയിലാണ് കാൽക്കുലേഷൻ വരിക. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ചെയ്തുതരാം. മൂന്നാമത്തത് ഒരു 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 60 ഇൻറ്റു പൈ ബൈ 180. ഓക്കെ, 60 ബൈ ഇൻറ്റു പൈ ബൈ 180. 60 എത്ര 180 ഉണ്ട്? 180ൽ എത്ര 60 ഉണ്ട്? 180ൽ 1 ഇൻറ്റു 60, 2 ഇൻറ്റു 60 120, 3 ഇൻറ്റു 60 180. ഓക്കെ, അപ്പം 160 ആണ് ഇവിടെ 360 ആണ് വരുന്നത്. സോ 1 ഇൻറ്റു പൈ ബൈ 3, പൈ ബൈ 3 ആയിരിക്കും 60 ഡിഗ്രീൻ്റെ കൺവേർഷൻ. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു 540 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണ് എന്നുള്ളത്? 540 ഇൻറ്റു പൈ ബൈ 180. എന്താ വരിക? പൈ ബൈ 180. 540 ഇൻറ്റു പൈ ബൈ 180. 54ൽ 9 പോകും അല്ലേ. ഇവിടെ നമുക്ക് 0യും ക്യാൻസൽ ചെയ്യാം. 54ൽ 9 പോവും, 18ലും 9 പോവും. എത്ര 9 ഉണ്ട് 54ൽ? 6 ഇൻറ്റു 9 ആണ് 54 വരുന്നത്. അപ്പം 6 ഇൻറ്റു 9, ഇവിടെയോ 2 ആണ് വരുന്നത്. ഓക്കെ, അഗെയിൻ 2ഉം 6ഉം ആണ്. ഇവിടെ ഒരു 2, ഇവിടെ 3 അപ്പോൾ 3 പൈ ബൈ 1 ആണ് വരുന്നത്. സോ 3 പൈ. ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി മെഷറിനെ റേഡിയനിലേക്ക് കൺവേർഷൻ ചെയ്യാം. ഇനി എങ്ങനെ റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? റേഡിയൻ ടു ഡിഗ്രി എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയൻ മെഷർ എന്ന് പറയുമ്പം നമുക്ക് തരുന്ന മെഷറിൽ ഒരു പൈ ഉണ്ടാവില്ലേ. അപ്പം 2 പൈ ബൈ 3, അല്ലെങ്കിൽ 6 പൈ, അല്ലെങ്കിൽ എന്താ പറയുക 4 പൈ ബൈ 3. ഇതൊക്കെ റേഡിയൻ മെഷേഴ്സാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യും? നമ്മൾ നേരത്തെ അവിടെ പൈ ബൈ 180 ആണ് ചെയ്തത് അല്ലേ, ഇൻറ്റു പൈ ബൈ 180 ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൈ കാണുന്ന സ്ഥലത്തൊക്കെ 180 റിപ്ലേസ് ചെയ്താൽ മതി. 2 ഇൻറ്റു പൈ ഉള്ളിടത്ത് 180 ബൈ 3. ഓക്കെ, ഇവിടെ എത്ര 180ൽ എത്ര 3 ഉണ്ട്? 6. ഓക്കെ, അപ്പം 6. ഇവിടെ ഒരു 0യും ഉണ്ട്, ഇവിടെ 1. അപ്പം 2 ഇൻറ്റു 60, ദാറ്റ് ഈസ് 120.
ഓക്കെ, അപ്പോൾ 2π/3 റേഡിയൻ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഇനി 6π നോക്കൂ, എന്താ വരിക? 6πക്ക് പകരം 180 കൊടുക്കുക. 6 × 180, 6 × 180 എന്ന് പറയുമ്പം ഏകദേശം 1080 ആണ് വരിക. 1080 ഡിഗ്രി. ഇനി സിമിലർലി ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. 4π/3, 4π/3നെ എങ്ങനെ ഡിഗ്രിയിലേക്ക് മാറ്റാം? 4 × π 180/3 ചെയ്യുമ്പം എങ്ങനെ വരും? 4 × 180/3 എന്ന് 180/3 എന്ന് പറയുന്നത് 60 ആണ്, അല്ലെങ്കിൽ ഇവിടെ 13, ഇവിടെ 63. ഓക്കെ, 4 × 60 വരും. 4 × 60 എന്ന് പറയുമ്പം 240 ഡിഗ്രി. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ റേഡിയൻ മെഷറിനെ ഡിഗ്രിയിലേക്ക് മാറ്റുന്നത്. എന്ത് ചെയ്താൽ മതി? പൈ കാണുന്ന സ്ഥലത്ത് നമ്മൾ 180 എന്ന് പറയുന്ന ഡിഗ്രി മെഷർ കൊണ്ട് റിപ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെഷനായിട്ടുള്ള കൺവേർഷൻ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ ആംഗിൾ കൺവേർഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്.